അങ്ങനെ നമ്മുടെ ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ റൂമിലേക്ക് എന്നല്ല, നമ്മുടെ ഹൗസിൽ നിന്ന് തന്നെ ചിലപ്പം തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക് മാറ്റി നിർത്താൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഈ സീസണിൽ എത്ര ആളാണല്ലേ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നവർ എങ്ങനെ പോയാലും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എന്തായാലും അറിയാതിരിക്കില്ല. അതായത് ഇത്രയും നാൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടന്നത്, പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, പുറത്ത് എന്തിനെക്കുറിച്ചാണ് സംസാരം നടന്നിട്ടുള്ളത് എന്നൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകുന്നവരും അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നവരൊക്കെ അറിയാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. അപ്പം ജാസ്മിൻ ഇനി ഒരു 2 ദിവസം പനിയും പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഇത്രയും നാളും കളിച്ച കളിയായിരിക്കില്ല കളിക്കാൻ വേണ്ടി പോകുന്നത്. അതൊരു തീർച്ചയായിട്ടുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഗബ്രി ഓൾറെഡി കളി മാറ്റിപ്പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മുടെ ജാസ്മിന് പനി പിടിക്കുന്നതും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു 2 ദിവസം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ജാസ്മിൻ പുതിയൊരു ജാസ്മിൻ ആയിരിക്കും, അതുറപ്പാണ്. ഇത്രയും നാളും ഗബ്രിയുടെ കൂടെ കളിച്ച ജാസ്മിൻ ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൈവിട്ടു പോയ തൻ്റെ ഫെയിം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ കളിയും നമ്മുടെ ജാസ്മിൻ തിരിച്ചു വന്നതിന് ശേഷം കളിക്കും. ഇല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങൾ, ഉറപ്പായിട്ടും ഇതുവരെ കളിച്ച കളിയായിരിക്കില്ല ജാസ്മിൻ തിരിച്ചു വന്നതിന് ശേഷം കളിക്കുക. ഏതായാലും നമുക്ക് ജാസ്മിൻ്റെ പുതിയ കളികൾ കാത്തിരുന്ന് കാണാം.